ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ പിള്ളേർക്ക് എങ്ങനെയാണ് കോൺഫ്ലേക്സ് ഉണ്ടാക്കി കൊടുക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഒരു ഹെൽത്തി ആണല്ലോ ഇത്, പാലുണ്ട് പിന്നെ കോണാണ്. അപ്പോൾ എന്തുകൊണ്ടും ഹെൽത്തി ആണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇവിടെ 2 പാക്കറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാനൊരു പാത്രത്തിലോട്ട് 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവും ഒഴിക്കുന്നുണ്ട്. അല്ലാണ്ട് 2 കപ്പ് പാലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. 1 കപ്പ് പാലും 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നമുക്ക് പാല്. ഇത് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കൊടുക്കാവുന്നതാണ് പിള്ളേർക്ക്. എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പലഹാരമൊക്കെ കൊടുത്ത് കുട്ടികൾ കഴിച്ച് മടുത്തു എങ്കിൽ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അവരുടെ വിശപ്പും പെട്ടെന്ന് മാറും. ഹെൽത്തി ആണല്ലോ, പാലും ഉണ്ട് കോണുണ്ട്. അപ്പോൾ ഒന്നിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വേറെ എക്സ്ട്രാ ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടാ. അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാൻ ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയെ പിള്ളേർ കടിച്ച് കഴിക്കുമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്തൊക്കെ നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ പാലിൽ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യും, അതാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാണ്ട് വേറെ എക്സ്ട്രാ ഒന്നും ഞാൻ ചെയ്ത് കൊടുക്കുന്നില്ല. ഇപ്പൊ ഞാൻ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാല് തിളച്ച് വരുന്നുണ്ട് കേട്ടാ. പാല് തിളക്കുന്ന സമയം കൊണ്ട് ഞാൻ പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്, പാക്കറ്റ് പൊട്ടിച്ചിട്ടിട്ട്. 2 പേര് നല്ല അസലായിട്ട് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. പാല് തിളച്ച് വരുന്നുണ്ട്. പഞ്ചസാര ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളപ്പിക്കുക പാല്, കാരണം വെള്ളം നമ്മൾ ആഡ് ചെയ്തല്ലേ. അപ്പം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ചൂടോടെ തന്നെ കോൺഫ്ലെക്സിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ 2 പേരുടെ പാത്രത്തിലോട്ടും പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ വൈകുന്നേരം സ്നാക്ക് ആയിട്ടാണെങ്കിലും ഇത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് പിള്ളേർക്ക് വയറ് നിറയും. അപ്പോൾ വേറൊന്നും അവര് വേണമെന്ന് പറയില്ല. അപ്പോൾ ഹെൽത്തിയും കൂടിയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇപ്പോൾ പഞ്ചസാര വേണ്ട എങ്കിൽ വല്ല പനങ്കൽക്കണ്ടോ ശർക്കരയോ അല്ലെങ്കിൽ തേനോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ പഞ്ചസാര ആഡ് ചെയ്തതേ ഉള്ളൂ. പിന്നെ അവസാനം ഞാൻ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്യ്. കുറേശ്ശെ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് 2 പാത്രത്തിലോട്ടും. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇപ്പോൾ കോൺഫ്ലെക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ പിള്ളേർക്ക് കൊടുക്കാം. അപ്പോൾ അവർ സ്പീഡിൽ അങ്ങോട്ട് കഴിച്ച് തീർത്തോളും. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ പിള്ളേർക്ക്, 2 പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ വല്ലപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ. പക്ഷേ അവർ പായസമാണോ എന്ന് വെച്ച് പെട്ടെന്ന് കുടിച്ച് തീർക്കും. നല്ല ടേസ്റ്റാണ്. പായസം പോലെയൊക്കെയാണ് ഏകദേശം ഇരിക്കുന്നത്. ഇപ്പം നെയ്യും കൂടി ഇടുമ്പോഴേ ആ ഒരു പായസത്തിൻ്റെ പോലെയൊക്കെ ഫ്ലേവർ വരുമല്ലോ. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർ കഴിക്കാറുണ്ട്. ഞാൻ വല്ലപ്പോഴും ഉണ്ടാക്കി കൊടുക്കാറൊക്കെ ഉണ്ട്. മാക്സിമം വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നെ കൊടുക്കാറുള്ളത്. പക്ഷേ വല്ലപ്പോഴൊക്കെ ഒന്ന് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇതെൻ്റെ കുട്ടികൾക്ക് കൊടുക്കട്ടെ കേട്ടോ. അവർ വിശന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണോ, ഇഷ്ടമായെന്ന് വിചാരിക്കണോ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. ബൈ, താങ്ക് യു.